നമ്മുടെ ഈദ് കിസ്വ. പെരുന്നാളിന്റെ ദിവസം വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ വസ്ത്രമെടുക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് ഈദ് കിസ്വ. 1000 രൂപയാണ് ഒരു കുട്ടിക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് തുടങ്ങാനൊരു സാഹചര്യമുണ്ട്. നമ്മുടെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെ വീടിനടുത്തുള്ള വീട്ടിൽ രാത്രി കരച്ചില് കേട്ടപ്പോ അദ്ദേഹം ചെന്നു നോക്കിയതാണ്. അപ്പൊ ഒരു കുറിപ്പ് എഴുതി വെച്ച് അയാള് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ കുറിപ്പിലുള്ളത് ഇങ്ങനെ: പെരുന്നാളാണ് നാളെ, മക്കള് പുതിയ വസ്ത്രം ചോദിച്ച് കരയാം, എന്റെ കയ്യിലാണെങ്കിൽ ഒരു ചില്ലിക്കാശ് പോലും ഇല്ല, അതുകൊണ്ട് കുട്ടികളെ എന്റെ മോള് നല്ല രൂപത്തിൽ നോക്കണം എന്നൊരു പേപ്പറിൽ എഴുതി വെച്ച് ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. 8ാം ക്ലാസ്സിൽ അധ്യാപകൻ വന്നിട്ട് പറയാണ്, ഇത്തവണ സ്കൂൾ നേരത്തെ അടക്കണം. അപ്പൊ കുട്ടികളൊക്കെ പല രൂപത്തിലാണ്. ചിലവര് വിസിലടിച്ചു, ചിലവര് ബെഞ്ചുമക്കാരെ കൈയൊട്ടി, പല രൂപത്തിലാണ് അവരുടെ സന്തോഷ പ്രകടനം. ഒരു കുട്ടി മാത്രം ഇരുന്ന് കരയാണ്. അവന്റെ കൈ പിടിച്ച് അധ്യാപകൻ കൊണ്ടുവന്നിട്ട് ചോദിക്കാണ്, മോൻ എന്തിനാ കരയണത്? 15 ദിവസം മോൻക്ക് ഉമ്മാന്റെ വീട്ടിൽ പോയിക്കൂടെ, കൂടുതൽ കളിച്ചൂടെ? അപ്പൊ ആ കുട്ടിയുടെ ഒരു മറുപടി, എന്റെ ഉപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടതാണ്, ഞാൻ സ്കൂളിലേക്ക് വരുമ്പോ ഒരു തൂക്കപാത്രം കയ്യിൽ പിടിച്ചിട്ടാണ് സാറേ സ്കൂളിലേക്ക് വരാറുള്ളത്. ഉച്ചക്കഞ്ഞിയും പയറും വയറ് നിറച്ച് ഞാൻ കഴിക്കും. ബാക്കി വരുന്ന കഞ്ഞിയും പയറും ഈ പാത്രത്തിലാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വൈകുന്നേരം കൊണ്ടുപോകും. എന്റെ പെങ്ങള് വിശന്നിരിക്കുന്നുണ്ടാകും. എന്റെ ഉമ്മച്ചിന്റെ കയ്യിൽ ഈ പാത്രം കൊടുത്ത് ഉമ്മച്ചി ആ കഞ്ഞി ചൂടാക്കി എന്റെ പെങ്ങളും എന്റെ ഉമ്മച്ചിയും കഴിക്കുന്ന. ഏപ്രിൽ 1-ാം തീയതി മുതൽ ഒരു കടയിൽ നിൽക്കാന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. പക്ഷെ 15 ദിവസം മുമ്പ് സ്കൂൾ അടച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്ന? എന്റെ അമ്മാക്കും എന്റെ പെങ്ങൾക്ക് ഞാൻ എന്ത് ഭക്ഷണം കൊടുക്കും? പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ചെരുപ്പ് 5 വട്ടം തുന്നാൻ കൊണ്ടുപോയിട്ട് അത് പൊട്ടി വീണ്ടും ചെരുപ്പ് തുന്നിന്റെ അരിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഇങ്ങനെ തുന്നാൻ പറ്റൂല എന്ന് പറഞ്ഞ് വലിച്ചെറിയുമ്പോഴും ഒറ്റക്ക് ആരും കാണാതെ കണ്ണീര് തുടച്ച് നടന്നു പോകുന്ന കുട്ടികളുണ്ട്. കണ്ണൂർ ഈദ് കിസ്മയുടെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോ ഒരു കുട്ടി വന്ന് അവനൊരു ഡ്രസ്സ് എടുത്തിട്ട് പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് കുറച്ച് മടിച്ചിട്ട് ആ കുട്ടി ചോദിക്കാൻ, ഇക്ക ഒരു കുപ്പായം കൂടി ഞാൻ എടുത്തോട്ടെ? ചോദിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇന്റർവെല്ലിന്റെ സമയത്ത് എല്ലാവരും കളിക്കുമ്പോ ഞാൻ കളിക്കാൻ പോകലില്ല. എന്റെ കുപ്പായം ഒന്ന് കീറിയാൽ വേറൊരു വസ്ത്രം വാങ്ങിത്തരാൻ എന്റെ ഉപ്പ ജീവിച്ചിരിപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന. സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെ ഡ്രസ്സിന്റെയും ചെരുപ്പിന്റെയും അവരുടെ ഓരോ ദിവസം അവർ റീചാർജ് ചെയ്യുന്ന ആ പൈസക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ ഏതായാലും 1000ന്റെ അടുത്ത് വരൂല. ഒരു കുട്ടിക്ക് നമ്മൾ ആകെ തീരുമാനിച്ചിട്ടുള്ളത് 1000 രൂപയാണ്. അതുകൊണ്ട് MSMകാരുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ പ്രത്യേക സഹകരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാളിന്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു അബീ സലമ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഉമറിനെ കാണുകയാണ്. അബൂ സലമ അദ്ദേഹം ഉഹുദിലാണ് ഷഹീദാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് ചോദിക്കാണ്, മോന് നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലേ? എല്ലാവരും കളിക്കുമ്പോ എല്ലാവരും സന്തോഷിക്കുമ്പോ ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ മോനെന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? ആ കുട്ടിയുടെ മറുപടി, നബിയെ എന്റെ ഉപ്പ ഉഹുദിൽ ഷഹീദായിട്ടുണ്ട്, നല്ല വസ്ത്രം വാങ്ങിത്തരാനും നല്ല ഭക്ഷണം ഒരുക്കി തരാനൊന്നും ഉപ്പല്ല നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കൈ പിടിച്ച് നേരെ വരുന്നത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അരികിലാണ്. ആയിഷ ഈ പെരുന്നാൾ അബൂ സലമയുടെ മകന്റെ കൂടെയാണ്. ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ. ഭക്ഷണം കണ്ടപ്പോ എല്ലാ ഭാഗത്തുനിന്നും കൈയിട്ട് ആ കുട്ടി കഴിക്കുമ്പോ അവിടെയാണ് ഭക്ഷണപാഠം പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. യാ ഗുലാം സമ്മില്ല, പൊന്നുമോനെ ബിസ്മി ചെല്ലിന്റെ കുട്ടി. കുൽ ബിയമീനി, വലത് കൈ കൊണ്ട് കഴിക്കും. കുൽ മിമ്മാ യലീക്, നിന്റെ അരികിലുള്ളത് കഴിക്ക്. ഭക്ഷണപാഠങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മളെ പഠിപ്പിച്ചു തന്നു. നേരെ ചെല്ലുന്നത് എവിടേക്കാണ്? ഉമ്മു സലമ റളിയല്ലാഹു തആല അരികിലേക്ക്. കാരണം ബാപ്പാക്ക് തുല്യം ഒരിക്കലും വേറൊന്നും ആകൂലല്ലോ. എന്ത് ഭക്ഷണം കൊടുത്താലും ഏത് വസ്ത്രം കൊടുത്താലും ബാപ്പാക്ക് തുല്യം ബാപ്പ മാത്രമാണ്. നേരെ ചെന്ന് ചോദിക്കണ, ഉമ്മു സലമ നിങ്ങളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവര് പറയും, നബിയെ എനിക്ക് മുൻകോപുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്, സന്താനങ്ങളുണ്ട്. പ്രവാചകൻ ഒരുപാട് പ്രായമുള്ളവരാണ് ഞാൻ,
പ്രായമാണ് പ്രശ്നമെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം എനിക്കുണ്ട്. കോപമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാം. സന്താനങ്ങളാണോ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുക. ആ കുട്ടിയുടെ സങ്കടം കണ്ട് ആ കുഞ്ഞിനൊരു ഉപ്പയായി മാറുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ സൂചിപ്പിച്ചു വന്ന സഹോദരന്മാരെ, പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലും അങ്ങനെ ഒരു അവസ്ഥയിൽ ഒതുങ്ങിക്കൂടുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുടുംബക്കാരെ അറിയാൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയും. ഒരു ബഷീർ ഡോക്ടർ ആരാന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വരച്ച് കാണിച്ചിരുന്ന എളാപ്പാന്റെ മോന്റെ മൂത്താപ്പൻ എത്ര അകന്ന കുടുംബമാണെങ്കിലും നമുക്കറിയാം. പക്ഷെ ഒരു പാവപ്പെട്ട ഒരു കടല കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ഒരു മരം വെട്ടുന്ന മനുഷ്യൻ സ്വന്തം അനുജനായിരിക്കും. പണം കുറഞ്ഞതിന്റെ പേരിൽ, ജോലിയിൽ അല്പം മോശമായതിന്റെ പേരിൽ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതം